ഈ പറയുമ്പോൾ എല്ലാവരും പറയും ചിലതിലൊക്കെ കണ്ണടയ്ക്കണം, ചിലതൊന്നും കണ്ടെന്ന് വിചാരിക്കരുത്, ഉസ്താദന്മാരെ ഒന്നും പറയരുത്, ഉസ്താദന്മാരെ മോശമാക്കരുത്, നിനക്കെന്തെങ്കിലും വിവരമുണ്ടോടാ പടുജാഹിലെ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ചോദിക്കും. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ആഴത്തിലുള്ള വലിയ പണ്ഡിതനോ അല്ലെങ്കിൽ അത്തരം അവകാശവാദങ്ങളോ ഒന്നുമില്ലാത്തൊരു സാധാരണക്കാരനാണ്. പക്ഷേ നമുക്കുണ്ടാവേണ്ട അടിസ്ഥാനപരമായ ചില സംഗതികളുണ്ടല്ലോ. 1 തിരിച്ചറിവ്, 2 ലജ്ജ, 3 എരന്ന് ജീവിക്കുകയാണെങ്കിലും മാന്യമായി നമ്മൾ ഇരക്കുക, ഭിക്ഷയാചിക്കുക. പിന്നെ എന്താ പറയുന്നത്, കാണ്ടാമൃഗത്തെക്കാൾ വലിയ കഠിനമായ തൊലിക്കട്ടി ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ ഉണ്ടാകാതിരിക്കുക തുടങ്ങിയ ഒരു സാമാന്യേന പ്രധാനപ്പെട്ട ചില സംഗതികളൊക്കെ ഉണ്ടാവണം. പിന്നെ ഈ ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ചിരിക്കാനുള്ള കഴിവ് സാധാരണ മനുഷ്യന് മാത്രമേ മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊടുത്തിട്ടുള്ളൂ. അത് ദുഃഖമൊളിപ്പിക്കാൻ വേണ്ടിയും പലതും അനായാസേന കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയാണ് ചിരിച്ചു പോകുന്നത്. ഇത് കണ്ടാൽ നിങ്ങളും ചിരിക്കും. ഒന്ന് കേട്ടു നോക്കൂ. കേട്ടതിന് ശേഷം ബാക്കി ഞാൻ പറയാം. മനുഷ്യപിതാവ് ആദം നബി അലൈഹിസ്സലാം മുതലുള്ള അംബിയ മുർസലീങ്ങളെയും ഔലിയാക്കളുടെ നേതാവ് ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ അവർ അടക്കമുള്ള ഔലിയാക്കളുടെയും പേരുകൾ എടുത്തു പറഞ്ഞ് അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി തവസ്സുൽ നടത്തി, അഥവാ 1001 മഹാന്മാരെ അവരുടെ ഹളറത്തിലേക്ക് ഫാത്തിഹ വിളിച്ച് നടത്തുന്ന മജ്ലിസ് നിങ്ങൾ കണ്ടിട്ട് കാണില്ല. ഇൻഷാ അള്ളാഹ് തെക്കൻ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ കൊട്ടിയത്ത് 2026 ഫെബ്രുവരി 12-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കൊട്ടിയം സുമയ്യ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. നേരിട്ട് വന്ന് നിങ്ങൾക്ക് ആ മജ്ലിസിൽ പങ്കെടുക്കാം. സംഗതി കണ്ട, ഇതൊരു പുതിയ ഐറ്റം വന്നേക്കുകയാണ്. തെക്കൻ കേരളത്തിലെ ഈ സൈസ് കലാപരിപാടികൾ പൊതുവിൽ കുറവുള്ളതാണ്. എന്നാലും അസാമാന്യമായ മികവോടെ, ആത്മവിശ്വാസത്തോടെ, കരുത്തോടെ പുതിയൊരു ഐറ്റവുമായി രംഗത്തിറക്കിയിരിക്കുകയാണ് ഒരു മൗലാനായിൽ അലിയുൽ അലിയുൽ കബീറുൽ റാസിഖുൽ മുത്തക്കബ്ബിറുൽ മുത്തക്കബ്ബിരീൻ. എനിക്കറിഞ്ഞുകൂടാ ബാക്കി കാര്യങ്ങളൊന്നും. പുള്ളിയുടെ പേരിനി ചോദിച്ചാൽ അങ്ങനെയൊക്കെ ആവാനാണ് സാധ്യത. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: പച്ചവെള്ളത്തിൽ അത്ഭുതങ്ങൾ തീർക്കുന്ന സ്വലാത്തു ഷിഫ. പച്ചവെള്ളത്തിൽ അത്ഭുതം തീർക്കുകയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദ്ദേഹത്തിനെ എത്തിച്ചിരിക്കുന്ന ഈ പച്ചവെള്ളം കൊണ്ട് സലാത്തുൽ ഷിഫ എന്ന് പറഞ്ഞാൽ എല്ലാ സർവ്വ ആദി വ്യാധി എന്ന് വേണ്ട എല്ലാ സംഗതികളെയും ഇല്ലാതാക്കുകയാണ്. പുള്ളിയുടെ മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു പ്രത്യേകത, ആദി മനുഷ്യൻ്റെ പിതാവായ ആദം നബി മുതൽ ഇങ്ങോട്ട് എവിടെ വരെ എത്തിയിരിക്കുന്നതെന്നറിയാം. ആദം നബി മുതൽ പിന്നെ ഒസൂസുൽ ആലം, ലോഫുൽ ആലത്തുൽ കുബ്രത്തുൽ കുബ്ര എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖിനെ പറഞ്ഞതാണ്. ഞാൻ മുഹീദ്ദീൻ ഷെയ്ഖിനെ കളിയാക്കിയതല്ല കേട്ടോ. പുള്ളി അത് അവതരിപ്പിക്കുന്ന ഒരു ഭംഗിയും ചടുലതയും അനൗൺസ്മെൻറ്റും പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അവരുടെ പേര് വിളിച്ച്, അവരുടെ ഹളറത്തിലേക്ക് ഫാത്തിഹ വിളിച്ച്, നമ്മൾ സാധാരണ ആരുടെയെങ്കിലും അടുത്തേക്ക് പോകാൻ ഓട്ടോ വിളിച്ച്, കാറ് വിളിച്ച്, അല്ലെങ്കിൽ പിന്നെന്താ ലോറി വിളിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അവരുടെ ഹളറത്തിലേക്ക് ഫാത്തിഹ വിളിച്ച്, അവരുടെ ഹളറത്തിൽ അവർ ചെയ്യേണ്ട നന്മയും തിന്മയും ചെയ്ത് അവർ ഖബറിലേക്ക് പോയി. ഈ പറഞ്ഞതുപോലെ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ നമ്മുടെ നന്മയും തിന്മയും ഒക്കെ ചെയ്ത് സൂക്ഷിച്ച് നന്മ ചെയ്ത് അവിടേക്ക് പോകണം. ഇതിവിടെ നിന്നുകൊണ്ട് അവരെ വിളിക്കുക. അപ്പോൾ അവരെ വിളിച്ച് ഷിഫ, അതൊന്നും ഈ പറഞ്ഞ പോലെ കുഴച്ച് പറഞ്ഞേക്കുക. വ്യക്തമായിട്ട് പറഞ്ഞാൽ പുള്ളിക്കും അറിയാം അതിനകത്ത് ചില കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് കൊണ്ട് അവരുടെ ഹളറത്തിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഉസ്താദെ ഈ 1001 മഹാന്മാരെ വിളിക്കുന്നത് എന്തിനാ? 1,44,000 അംബിയ മുർസലീങ്ങൾ ഭൂമിയിൽ വന്നിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. പ്രവാചകന്മാരുടെ ഒരു പരമ്പര തന്നെ ഉണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് മെനക്കെട്ട് അതിലൊരു ഗവേഷണം നടത്തി ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരെയും കൂടെ പേര് വിളിച്ചൊരു പരിപാടിയാണെങ്കിൽ ഒരു 15 ദിവസം നീണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിട്ട് വെച്ചൂടെ? ഇതിപ്പം വെള്ളിയാഴ്ച രാവിലെ തുടങ്ങി വൈകിട്ട് ഇത് വിളിച്ച് പിന്നെ ഒരു സംഗതി നടത്തി അതിൻ്റെ ഒരു കച്ചവടം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലെ മുക്താദർ ജുവലറിയുടെയൊക്കെ പോലെ വേറൊരു സംഗതിയാണ്. മുക്താദർ ജുവലറിക്കാരൻ സ്വർണവും ലാഭവുമാണ് കാണിച്ചത്. പുള്ളി 99 നാമങ്ങളായിരുന്നല്ലോ അള്ളാഹുവിൻ്റെ കാണിച്ചത്. അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞതുപോലെ ഇത് സ്വർണത്തിൻ്റെ ചിലവ് പോലും ഇല്ല, പച്ചവെള്ളത്തിൻ്റെ ചിലവേ ഉള്ളൂ. പിന്നെ ഈ പേര് വിളിക്കുന്നവർക്ക് ആർക്കും ഒന്നും കൊടുക്കണ്ട, അവർക്കാർക്കും ഇനി സാമ്പത്തികം എന്തിനാ, ഒന്നും വേണ്ട. അപ്പോൾ അവരെ ഉപയോഗിച്ച് അടുത്തൊരു കച്ചവടത്തിനായി
ആദരപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ടൈം നല്ലൊരു ടൈമാണ്. ഈ റംസാൻ മാസമൊക്കെ വരുമ്പോൾ മനുഷ്യർക്ക് പൊതുവേ നമ്മളെ പറയത്തില്ലേ ഈ ചില സീസൺ വരുമ്പോൾ നമുക്ക് തുമ്മലിളകുക എന്നൊക്കെ പറയുന്നത് പോലെ റംസാൻ വരുമ്പം പൊതുവെ ആളുകൾക്ക് എല്ലാവർക്കും ഒരു ദീൻ ഇളകുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു നല്ല കച്ചവടം എന്നുള്ള നിലയിലാണ് ബഹുമാനപ്പെട്ടവർ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കൊല്ലം ജില്ലയൊക്കെ ആയതുകൊണ്ട് അതിനും വേണ്ടി വലിയ അബദ്ധമൊന്നും ആരും പോയി കാണിക്കത്തില്ല. കാണിക്കാൻ പോകുന്നവർ നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ടത് മുക്താദിർ ജുവലറിക്ക് കാശ് കൊണ്ട് കൊടുത്ത പോലെ വേറൊരു തരത്തിലെ പണിക്ക് വേണ്ടി തുക കൊണ്ട് കൊടുക്കുകയാണ് എന്നുള്ളൊരു ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇത്തരം കച്ചവടങ്ങളെ സൂക്ഷിക്കുകയും വേണം. ഇത് പറയുമ്പം ഇതൊന്നും ഞാൻ സുന്നിയല്ല, അവൻ കുത്തമ്മാതിയാന്നും പറഞ്ഞൊന്നും ഒരുത്തനും ഇറങ്ങിയേക്കരുത്. ഞാൻ നിന്നെയൊക്കെക്കാൾ നല്ല അന്തസ്സുള്ള അതിൻ്റെ എന്താ പറയുന്നത് കഴിവിന് മനസ്സിലാക്കലിനനുസരിച്ചുള്ള വളയത്തിൽ നിൽക്കുന്ന നല്ല സുന്നി തന്നെയാണ്. പക്ഷേ ഇതുപോലെ തലയെക്കെട്ടും കെട്ടിക്കൊണ്ട് 1001 പേരുടെ പേര് വിളിച്ച് പിന്നെ ഈ പരിപാടിക്കായിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നതിനേക്കാൾ നല്ലത് കുറച്ച് പച്ചമരുന്നോ അല്ലെങ്കിൽ ആടവൈദ്യമോ അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറിയോ ഒക്കെയായി റോഡിലിറങ്ങി ഇന്ന് കച്ചവടം നടത്തി ജീവിക്കുന്നതാണ് ഈ ശരീരത്തിനും അത് കഴിക്കുന്ന മക്കൾക്കും സ്വന്തം തലമുറയ്ക്കുമൊക്കെ ഗുണമുണ്ടാകാൻ നല്ലത് എന്ന് മാത്രം പറയുന്നു. പോയി വീണിട്ട് പണ്ട് മുക്താദിരി വീണ പോലെ ഇപ്പോഴേ പറഞ്ഞിട്ട് അവസാനം എന്താ പറ്റിച്ചുകൊണ്ട് പോയി എല്ലാം കൂടെ അടിച്ചുകൊണ്ട് പോയി കിണ്ടി അടിച്ചുകൊണ്ട് പോയി വീടിൻ്റെ പ്രമാണം അടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞ് കിടന്ന് നിലവിളിക്കരുത്. അവനവൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ പോയി നിസ്കരിച്ച് അവിടെ ഇരുന്ന് ദിക്റും സലാത്തും ഒക്കെ ചൊല്ലി കൂട്ടത്തിലും ബന്ധത്തിലും നാട്ടിലുമൊക്കെയുള്ള പാവത്തുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് എല്ലാ ജാതി മതസ്ഥർക്കും സദക്ക ഒക്കെ കൊടുത്ത് സന്തോഷമായിട്ട് ജീവിച്ചങ്ങ് മരിക്കുക. ഇതുപോലുള്ള കച്ചവടക്കാരനെ കണ്ടുകൊണ്ട് ചാടി ഇറങ്ങരുതെന്ന് വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.